ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സൽമസ് എഞ്ചിനീയറിംഗ് വേൾഡ്. എക്സലിൽ ഗ്രാഫ് ഇൻസർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഈസി ആയിട്ട് തന്നെ എക്സലിൽ ഗ്രാഫ് നമുക്ക് ഇൻസർട്ട് ചെയ്യാം. ഇപ്പോൾ എൻ്റെ അടുത്ത് 2 ടേബിളുണ്ട്. ആ ടേബിളിൽ ഒന്നിൽ ഫ്യൂവൽ ടൈപ്പും പ്രൈസ് പെർ ലിറ്ററുമാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഗ്രാഫ് വരയ്ക്കേണ്ടത്. ജസ്റ്റ് ഇൻസർട്ട് പോവാം, ഗ്രാഫ് സെലക്ട് ചെയ്യുക. ആസ് പെർ നമുക്ക് ഏതാണ് ഗ്രാഫ്, ഏത് ബാർ ആയിക്കോട്ടെ, ഞാനിപ്പോൾ ബാറാട്ടോ സെലക്ട് ചെയ്തത്. നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത് എടുക്കുക. അതിൽ ഇങ്ങനെ ഒരുപാട് ചാർട്ട് ഡിസൈൻസ് കാണാം. ആ ചാർട്ട് ഡിസൈൻസിൽ നമുക്ക് വേണ്ട ഡിസൈൻസ് ഏതാണോ ആപ്റ്റായത്, കാണാൻ നല്ല ഭംഗിയുള്ളത്, ക്ലിയർ ആയിട്ട് ഡാറ്റാസ് നമുക്ക് പ്രൊവൈഡ് തരുന്നത് നമുക്ക് എടുക്കാം. ഇതിന് ശേഷം ഇതൊന്നല്ല മെയിൻ, ഈ ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു സംഭവം കണ്ടോ, ഇവിടെ ഒരു പ്ലസ് സിമ്പിൾ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ചാർട്ടിൻ്റെ എല്ലാവിധ എന്താ പറയുക നമുക്ക് മാറ്റങ്ങളും വരുത്താൻ പറ്റും. അതിൽ ആക്സസ് ടൈറ്റിൽ, ചാർട്ട് ടൈറ്റിൽ, ഡാറ്റ ലേബിൾസ്, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. ഡാറ്റ ലേബിൾസ് കൊടുക്കുമ്പോൾ നമുക്കത് മുകളിലായിട്ട് ആ വാല്യൂസ് കാണാൻ പറ്റും. അപ്പോൾ വലിയൊരു ചാർട്ട് പ്രസൻറ്റേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ആ വാല്യൂസിനെ നമുക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. അതും പല രീതിയിൽ കാണിച്ചു കൊടുക്കാം കേട്ടോ. സെൻറ്ററിൽ, ഇൻസൈഡിൽ, അങ്ങനെ ജസ്റ്റ് ഒന്ന് ആ ഒരു റൈറ്റ് സൈഡിലോട്ട് പോയാൽ മതി. ഒരു ആരോ കണ്ടില്ലേ, ആ ഒരു ആരോയിലോട്ട് പോയാൽ മതി. നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക കേട്ടോ. നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. സോ നിങ്ങളേതായ രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, എടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് ഡാറ്റാസ് കിട്ടി. ഡാറ്റാസിൻ്റെ ഇതേപോലെ ലേബിൾസൊക്കെ കൊടുത്തിട്ട് ഇതേപോലെ നമുക്ക് കിട്ടും. ഇത് നമുക്ക് എന്താണ് ചെയ്ത് നോക്കി തന്നെ പ്രാക്ടീസ് ചെയ്യുകയായിരിക്കും നല്ലത്, കുറച്ചുകൂടി ബെറ്റർ. സോ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു വലിയൊരു പ്രസൻറ്റേഷനൊക്കെ ആണെങ്കിൽ അതിന് എത്രത്തോളം നമുക്ക് കാണുന്ന ആൾക്ക് എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ ആ രീതിയിൽ ചെയ്ത് കൊടുക്കുക. പിന്നെ ഫിൽറ്റർ ഓപ്ഷൻ ഞാൻ പറയണ്ടല്ലോ, എങ്ങനെ ഫിൽറ്റർ ചെയ്യുക, ഒരു എന്താണോ കാണേണ്ടത് വെച്ചാൽ അത് കാണാം. ഇപ്പോൾ നമ്മൾ പവർ BI ഉപയോഗിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ക്ലിക്കിൽ എല്ലാ ഡാറ്റാസും നമുക്ക് വിസിബിൾ ആക്കാം. നമുക്ക് ഏത് ഡാറ്റയാണോ വിസിബിളാണ് അതേപോലെ തന്നെയാണ് കേട്ടോ ഇതും. ആ ഒരു ഓപ്ഷനാണ്. പക്ഷേ പവർ BI കുറച്ചും കൂടി അഡ്വാൻസ് ലെവലാണ് കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് ആ ഒരു ബാർ ചാർട്ടിൻ്റെ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ കളർ ചേഞ്ച് വരും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവിടെയും അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചാർട്ട് ഇൻസേർട്ട് ചെയ്താൽ, ബാർ ചാർട്ട് ഇൻസേർട്ട് ചെയ്താൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഓവറായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ജസ്റ്റ് നമുക്ക് ഇനി ആക്സസ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ആക്സസിൻ്റെ അവിടെ നിന്ന് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ സൈഡിലായിട്ട് ഫോർമാറ്റ് ആക്സസ് വരും. ആ ഫോർമാറ്റ് ആക്സസിൽ ഇതേപോലെ മാക്സിമം, മിനിമം, നമുക്ക് X ആക്സിസ് ആയിക്കോട്ടെ, Y ആക്സിസ് ആയിക്കോട്ടെ, ഇതേപോലെ ചേഞ്ച് വരുത്താം. നമുക്ക് ഏതൊക്കെ മിനിമം വരണം, ഏത് മാക്സിമം വരണം, അതൊക്കെ നമുക്ക് ഇവിടെ മാറ്റി കൊടുക്കുക. അതേപോലെ തന്നെ നമ്പേഴ്സ് മാറ്റി കൊടുക്കുക. ഇപ്പോൾ പെർസെൻറ്റേജ് ആണോ, അല്ലെങ്കിൽ ഏത് കാറ്റഗറി ഉണ്ടോ, പെർസെൻറ്റേജ് ആണോ, കറൻസി ആണോ, ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഒരു പ്രോപ്പറായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്. നമുക്കിപ്പോൾ ഏതാണോ നമ്മൾ ചെയ്യുന്നത് അതുപോലെ. പിന്നെ ടെക്സ്റ്റ് ഫില്ല് പറയുന്നത് എന്താ, ടെക്സ്റ്റ് ഫില്ല് ഇത് അതേപോലെ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രേഡിയൻസ് പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ നോ ഫില്ല് കൊടുക്കാം. നമുക്ക് ഏതാണോ വേണ്ടത് വെച്ചാൽ ആ ഒരു നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു കാറ്റഗറിയൊക്കെ കേട്ടോ. ഇത് ഞാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഉള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു ചാർട്ടിനെ എങ്ങനെയൊക്കെ കാണുന്ന ഒരാൾക്ക് എന്താ പറയുക, പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നല്ല നൈസായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്ന രീതിക്കായിരിക്കും നമ്മൾ എല്ലാം ചെയ്യുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നെക്സ്റ്റ് പറയുന്നത്, ഇവിടെ ഇത് നമ്മൾ ആദ്യം ചാർട്ട് സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ. അല്ലെങ്കിൽ ചാർട്ടിൻ്റെ അവിടെ പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെയും നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ചാർട്ടിനെ ഡിസൈൻ ഞാൻ ആദ്യം ചാർട്ട് സെലക്ട് ചെയ്തിട്ടാണ്, ടേബിൾ സെലക്ട് ചെയ്തിട്ടാണ് ചെയ്തത്. അല്ലാതെ എന്താ പറയുക, ചാർട്ട് എടുത്തിട്ടും നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് 2 ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ആയിട്ടുള്ളത് അതുപോലെ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ എല്ലാവിധ ഐഡിയാസും നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെ ചാർട്ട് ഇൻസേർട്ട് ചെയ്യാം, അതേപോലെ തന്നെ ബാർ ചാർട്ട് കേട്ടോ, എങ്ങനെ ഒരു ബാർ ചാർട്ട് ഇൻസേർട്ട് ചെയ്യാം, അതിലെങ്ങനെ ആക്സസ് ചേഞ്ച് വരുത്താം, അതിലെങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്താം എന്നൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കാം. നെക്സ്റ്റ് ഇതേപോലെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പല ടൈപ്പ് ഓഫ് ചാർട്ട്സ് ഉണ്ട്. ബാർ
ഇങ്ങനെ ലൈൻ ഉണ്ട്. നമുക്ക് പല ടൈപ്പ് ഓഫ് ചാർട്ട്സ് അവൈലബിൾ ആണ്. നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഏത് ചാർട്ടാണ്, ഇപ്പോൾ പൈ ചാർട്ട് ആയിരിക്കും പൈ ചാർട്ട് വേണ്ടത്, പൈ ചാർട്ട് എടുക്കാം. ഇതേപോലെ എല്ലാത്തിലും ഈ ഒരു ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇപ്പോൾ നോക്കണ്ട ഈ ലൈൻ ചാർട്ടിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു വാല്യൂസൊക്കെ കൊടുത്തിട്ട് നന്നായി പ്ലീസൻ്റ് ആയിട്ട് അപ്പിയർ ചെയ്യിപ്പിക്കാം. ഈ ഒരു സംഭവം നിങ്ങൾക്ക് എന്താ പറയുക എക്സ്പ്ലോർ ചെയ്ത് തന്നെ കണ്ടെത്താം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ലെവലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ബാർ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ എന്താ പറയുക നമുക്ക് ആ ഒരു കോപ്പി പേസ്റ്റ് ചെയ്യാനും നമുക്ക് വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. അതൊക്കെ നമുക്ക് വളരെ ഈസിയിലായിട്ട് നമുക്ക് ചെയ്ത് വെക്കാം. ഈ ഒരു ഇതിൽ ഡൗട്ടൊന്നും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇത് ഞാനിപ്പോൾ ലൈനിലും ചെയ്തു, ബാർ ചാർട്ടിലും ചെയ്തു. ഇനി നമുക്ക് എന്താ പൈ ചാർട്ടും നമുക്ക് യൂസ് ചെയ്യാം. അത് നമ്മൾ ഡിപ്പെൻസ് ആണ് ഏത് ചാർട്ടാണോ നമ്മൾക്ക് വേണ്ടത്, നെസസിറ്റി ബെസ്ഡ് ഓൺ ദ നെസസിറ്റി. അപ്പം നമുക്ക് ഏതാണോ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ബാർ ചാർട്ട് പറഞ്ഞു, ലൈൻ ചാർട്ട് പറഞ്ഞു, അതിൻ്റെ അഡ്വാൻസ്ഡ് ലെവൽസൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ കളർ ഫില്ലിങ്ങും എല്ലാം പറഞ്ഞില്ലേ. ഇതുവരെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി നീ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇപ്പോൾ ഒരാൾ സെയിൽസിലോ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, നമുക്ക് അവിടെ ഒരു ടാർഗറ്റ് പറഞ്ഞൊരു സംഭവം വരില്ലേ. ടാർഗറ്റ് ഇപ്പോൾ ഒരു സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ അയാൾക്ക് ഇത്ര റുപ്പീസിൻ്റെ, ഇത്ര ദിർഹംസിൻ്റെ സെയിൽസ് മന്ത്ലി ടാർഗറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇത്ര സെയിൽസ്, ഇത്ര ഒരു പർട്ടിക്കുലർ ഐറ്റംസിന് ഇത്ര സെല് ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രാഫ്, ഇത്ര ടാർഗറ്റ്, അപ്പോൾ ഇന്ന പേഴ്സൺ ഇത്ര ടാർഗറ്റ് എത്തിച്ചു, അല്ലെങ്കിൽ ഇന്ന പേഴ്സൺ ഇത്ര ടാർഗറ്റ് എത്തിച്ചു. അപ്പോൾ ഒരു ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ ടാർഗറ്റ് നല്ലൊരു കോളം കൂടി ആഡ് ചെയ്തു. അതിൽ 150, 250, 450 സംതിങ് വാല്യൂ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തു. പക്ഷേ അങ്ങനെയല്ലല്ലോ ടാർഗറ്റ് വരിക, ഒരിക്കലും അല്ല. നമുക്ക് ടാർഗറ്റ് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ വാല്യൂ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ വാല്യൂസൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അത് എന്താ പറയുക, ഓരോ പേഴ്സൺ ആക്കിയിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ഡീസൽ ഇത്ര, അങ്ങനെ ഓരോ പേഴ്സൺസ് ആക്കിയിട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തു. ഇനി നമുക്ക് അതിൽ ഇങ്ങനെ ടാർഗറ്റ്, ഇതാണ് നമ്മൾ ടാർഗറ്റ് ആയിട്ട് കാണിക്കുന്നത്. സോ നമുക്ക് വേണ്ടത് ഇതാണോ? അല്ല, ഒരിക്കലും അല്ല. ടാർഗറ്റ് ഇങ്ങനെയല്ല കാണിക്കുക, ഇങ്ങനെയല്ല കാണിക്കേണ്ടത്. ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് പോയിൻ്റ് ആയിരിക്കും, കോൺസ്റ്റൻറ്റ് ലൈൻ ആയിരിക്കും. അതെല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും. ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കല്ല, ആ സെയിൽസ് പേഴ്സൺ മൊത്തത്തിൽ ടാർഗറ്റ് ഒന്നായിരിക്കും. ആ ടാർഗറ്റാണ് നമുക്ക് ബാർ ചാർട്ടിൽ കാണിക്കേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഈസിലി നമുക്ക് എങ്ങനെ കാണിക്കാം ടാർഗറ്റ് എങ്ങനെയാണെന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഷീറ്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ കേട്ടോ. ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ടേബിളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് റാൻഡമിലി കുറച്ച് എൻ്റെ വാല്യൂസ് ആട്ടോ, ഇത് ശരിക്കും വാല്യൂസ് ഒന്നുമല്ല കേട്ടോ. റാൻഡമിലി ഞാൻ ജസ്റ്റ് ഒന്ന് വാല്യൂസ് ഇട്ടു. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സെയിൽസ് പേഴ്സൺ ഇപ്പോൾ രാഹുൽ, അർജുൻ, അങ്ങനെ ഇപ്പോൾ കുറേ പേഴ്സൺസ് ഉണ്ടെന്ന് പറയും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓരോ സെയിൽസ് പേഴ്സൺ ആക്കിയിട്ട് ഞാൻ കൺസിഡർ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ സെയിൽസ് പേഴ്സൺസ് ഉണ്ടാവും, അല്ലെങ്കിൽ സംതിങ് ലൈക്ക് ദാറ്റ്, അതിന് ആപ്റ്റായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതേപോലെ ഞാൻ കുറച്ച് ഇതെടുത്തിട്ട് ഒരു പർട്ടിക്കുലർ ടാർഗറ്റാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ഒരു പർട്ടിക്കുലർ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു പേഴ്സൺ, ഒരു സംതിങ് ലൈക്ക് ദാറ്റ്, ഇപ്പോൾ ഒരാളെ എന്താ പറയുക, ഒരു 150 അല്ലെങ്കിൽ 250 സംതിങ് ലൈക്ക് ദാറ്റ്. എന്താണ് ആ ഒരു പർട്ടിക്കുലർ ഓഫീസിലെ ടാർഗറ്റ്, ബേസ്ഡ് ഓൺ ദാ ടാർഗറ്റാണ് ഞാൻ വെക്കാൻ പോകുന്നത്. പക്ഷേ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. എങ്ങനെയായിരിക്കും? ഞാൻ 150 വെക്കാൻ പോകുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു ഫസ്റ്റത്തെ കോളം ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഡോളർ സിമ്പൽ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് എക്സലിൻ്റെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് ഡ്രാഗ് ചെയ്തിടുമ്പോൾ 150 ആണ് നമ്മുടെ ടാർഗറ്റ്. എല്ലാത്തിലും 150 വന്നില്ലേ? അപ്പോൾ 150 ആണ് നമ്മുടെ ടാർഗറ്റ് എന്ന് ഞാൻ എന്ത് ചെയ്തു, ഉറപ്പിച്ചു. ഞാൻ 150 ആണ് നമ്മുടെ ടാർഗറ്റ്. പക്ഷേ ബാർ ചാർട്ടിൽ ഇങ്ങനെയാണോ വരേണ്ടത്? ഒരിക്കലും അല്ല. ടാർഗറ്റ് വരേണ്ടത് ഇങ്ങനെയല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ബാർ ചാർട്ടിൽ ടാർഗറ്റ് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്കിതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഓപ്ഷൻസ് ഞാൻ പറഞ്ഞു തരാം. ചാർട്ട് എടുത്തിട്ട് ആ ചാർട്ടിൻ്റെ മുകളിലായിട്ട് ടാർഗറ്റ് വരണം, 150ൽ ടാർഗറ്റ് വരണം. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തവരുണ്ടാവും, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാത്തവർ ഉണ്ടാവും. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാർ ചാർട്ട് നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ
പറ്റണം. അതാണ് നമുക്ക് വിഷ്വൽ റെപ്രസെൻറ്റേഷൻ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. സോ വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ചാർട്ട്സ് ഉപയോഗിക്കുന്നത്. നമുക്ക് 200 കൊടുത്താൽ അതേപോലെ ഒരു ഇവിടെ മുകളിലത്തെ മാറ്റുന്നതനുസരിച്ച് താഴത്തൊക്കെ മാറും. സോ ഞാനതെന്താണ് അത് ഇതാക്കി വെച്ചിട്ടില്ലേ. സോ നമുക്കിതിൽ ടാർഗറ്റ് മാറ്റണം. ടാർഗറ്റ് മാറ്റാൻ വേണ്ടി ടാർഗറ്റ് ഒരു ലൈനാക്കി കൊടുക്കണം മുകളിലായിട്ട്. ആ ടാർഗറ്റിൻ്റെ മുകളിൽ പോയവർ എത്രയാണ്, താഴെ വന്നവർ എത്രയാണ് എന്നൊക്കെ നമുക്ക് ഈ ഒരു ചാർട്ട് നോക്കിയാൽ മനസ്സിലാവണം. എന്ത് ചെയ്യണം, ജസ്റ്റ് എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഈ ഒരു ബാർ ചാർട്ട് ഞാൻ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇൻസെർട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണെങ്കിലും അതിൽ ഞാൻ ഒരുപാട് ഇത് കണ്ടോ, ട്രെൻഡ് ലൈൻ, ടാർഗറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലൊന്നുമല്ല നമ്മൾ പോകേണ്ടത്. നമുക്ക് ഇതിൽ ചാർട്ടിൻ്റെ ഡിസൈൻ സംതിങ് നമുക്ക് കണ്ടില്ലേ, മുകളിലായിട്ട് ചാർട്ടിൻ്റെ ഡിസൈനാണ്. അതിൽ ചാർട്ട് ഡിസൈനും ഫോർമാറ്റിങ്ങും അങ്ങനെ ഉണ്ട്. ചാർട്ട് ഡിസൈനിൽ നമ്മൾ പോകുമ്പോൾ ഈ സമയത്തായിട്ട് ചേഞ്ച് ചാർട്ട് ടൈപ്പ് കണ്ടോ, ചേഞ്ച് ചാർട്ട് ടൈപ്പ് അതിൽ ഒരുപാട് ഉണ്ടാവും. അതിൽ താഴെയായിട്ട് നമുക്ക് എന്താണ് കോംബോ കണ്ടോ, അതിൽ കോംബോയിൽ ടാർഗറ്റിൻ്റെ അവിടെ കണ്ടോ, ടാർഗറ്റ് കണ്ടോ. ആ ടാർഗറ്റ് എന്ന് പറയുന്നത് ലൈനായിട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി അതിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മാറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് എന്താണോ നമുക്ക് ടാർഗറ്റ് വെക്കേണ്ടത് ആ ടാർഗറ്റിൻ്റെ ലൈൻ എവിടെ വരണം എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. കണ്ടോ മാറുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു. ദെൻ ആ ടാർഗറ്റ് ലൈൻ വന്നുണ്ടോ. ഇപ്പോൾ നമുക്ക് മനസ്സിലായോ ഇങ്ങനെയാണ് ടാർഗറ്റ് കൊടുക്കേണ്ടതെന്ന്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ